ഗുരുജി ഓപ്ഷൻസ് പ്ലീസ്. അതുപോലെ ഇതിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. വെറും പേപ്പർ കൊണ്ട് നമുക്ക് നല്ലൊരു ക്രാഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാം. ഈ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ക്ലൈംബിങ് ഫ്ലവേഴ്സായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഡെക്കോർ ചെയ്യാം. ഇപ്പം ഓണം സീസണല്ലേ, അപ്പം എല്ലാവരും മഞ്ഞ പച്ച പൂക്കള വൈബിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെറും പേപ്പർ വെച്ചിട്ടുള്ള ഫ്ലവറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പേപ്പർ മടക്കി വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെയാണ് ഗുരുജി ഓപ്ഷൻസ് തരാൻ പോകുന്നത്. ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പെയിൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ സ്കെച്ച് പെൻസോ ഇതുപോലത്തെ മാർക്കേഴ്സോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേപ്പറിൻ്റെ ടെക്സ്ചർ മാറിയിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് പേപ്പർ പോലെയൊക്കെ നമുക്ക് തോന്നും. അതായത് ക്രാഫ്റ്റ് പേപ്പറുകൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങത്തില്ലേ കളറിൻ്റെ, അതുപോലെ നമുക്ക് തോന്നും. അല്ല എങ്കിൽ നിങ്ങൾക്ക് പെയിൻ്റൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം കളർ ഓപ്ഷൻസ് നിങ്ങളുടെ പേഴ്സണൽ ഓപ്ഷനിലേക്ക് വിട്ട് തരികയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പൂവാകുമ്പോൾ ഒരു ഞെട്ട് വേണം, പച്ചപ്പ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷെ ഞാനിവിടെ ഇല ആഡ് ചെയ്യുന്നില്ല. ഇത് ചെയ്യാൻ തന്നെ നല്ല ടാസ്ക്കാണ് വീഡിയോ ആയിട്ട് കാണിക്കാൻ വേണ്ടി. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു പൂവിനൊരു ഞെട്ടുണ്ടാക്കിയെടുക്കാം. അതിന് കുറച്ചും കൂടെ നേരത്തെ നമ്മൾ റാ പോലെയാണ് കട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ കട്ട് ചെയ്യണത് നല്ല കൂർപ്പിച്ച് കട്ട് ചെയ്യുക. അപ്പോഴേ നമുക്ക് ഈ പൂവിൻ്റെ ഞെട്ട് പോലെ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ചൂസ് ചെയ്യാം. അതായത് ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, അങ്ങനത്തെ നല്ല നല്ല ഷെയ്ഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെറിയതായിട്ട് വല്ലതും ഉണ്ടാക്കാനാണ് എങ്കിൽ സ്കെച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ അക്രലിക് പെയിൻറ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൾക്ക് ക്വാണ്ടിറ്റി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇത് നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിനെ നിങ്ങൾക്ക് ഞെട്ടായിട്ടും എടുക്കാം, അല്ലെങ്കിൽ വേറെ കളർ കൊടുത്ത് നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ഫ്ലവറായിട്ടും ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ലൈറ്റ് ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് നല്ല കാണാൻ കുറച്ചും കൂടെ ലുക്കായിരിക്കും. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെച്ച് നോക്കാം. അപ്പം ഏതാണ്ട് ഫിക്സ് ആവുന്നുണ്ട്, സെറ്റ് ആവുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കമ്പി. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് കമ്പീസും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇപ്പം കമ്പിയൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പി വാങ്ങാൻ വേണ്ടി 10 രൂപയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും. ഇനി കമ്പിയൊന്നും കിട്ടിയില്ല എങ്കിൽ പഴയ വയർ എവിടെയെങ്കിലും കിടക്കുന്നെങ്കിൽ അതെടുത്ത് അതിലിതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ കോർത്തെടുക്കുക. കോർത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഞെട്ടിട്ട് കൊടുക്കാം. അതുപോലെ ജസ്റ്റ് കോർത്തെടുക്കുക മാത്രം ചെയ്താൽ മതി, ഒട്ടിക്കാൻ പശയോ ഒന്നും നമുക്ക് വേണ്ട. ഇനി ഇവിടെയാണ് ട്വിസ്റ്റ്. ഒന്നുകിൽ നിങ്ങൾക്ക് പേപ്പർ തന്നെ എടുത്തിട്ട് പെയിൻ്റ് അടിച്ച് ഇതുപോലെ ചുറ്റി കൊടുക്കാം. അല്ല എങ്കിൽ അക്രലിക് പെയിൻറ്റ് പിടിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അക്രലിക് പെയിൻറ്റ് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. അല്ല എങ്കിൽ ഇതുപോലെ ഫ്ലവറിങ് ടേപ്പ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഫ്ലവറിങ് ടേപ്പ് ചുറ്റി കൊടുക്കുക. ഇത് നമുക്കൊരു ഗ്രീൻ കളറും ഡാർക്ക് ഗ്രീനോ ലൈറ്റ് ഗ്രീനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മാച്ച് ചെയ്ത് പോകുന്ന രീതിക്ക് ചെയ്യുക. എനിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തീർന്നത് കൊണ്ട് ലാസ്റ്റ് 2 എണ്ണത്തിന് ഞാൻ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഗ്രീൻ ടേപ്പാണ് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് എറൗണ്ട് ഒരു കോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 30 രൂപയെ കോസ്റ്റ് വരത്തുള്ളൂ. കാരണം പെയിൻറ്റിൻ്റെ ഒരു 25ഉം ടേപ്പ് വാങ്ങാൻ ഒരു 30 രൂപ. പിന്നെ വയറെന്ന് പറയണത് അതിനും വരും ഒരു 15 രൂപ. അപ്പം കാൽക്കുലേഷനിൽ ചെറിയൊരിത് വന്നു. 50 രൂപയ്ക്കകത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ ക്ലൈംബ് ചെയ്യുന്ന രീതിക്ക് ചുറ്റി 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 പിണച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിന് ഒരു ബഞ്ച് പോലെയോ അല്ല എങ്കിൽ ചുറ്റിയെടുക്കുകയോ അങ്ങനെ എന്ത് രീതിക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത്രയും ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഇപ്പം പിള്ളേരൊക്കെ എന്ന് വെച്ചാൽ ഓണ സീസണല്ലേ, സ്കൂളുകളിലൊക്കെ നിങ്ങൾക്കൊരു ക്രാഫ്റ്റ് ഹാങ്ങിങ്സ് സ്വന്തമായിട്ട് ഹാൻഡ് മെയ്ഡ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനല്ലേ. നമ്മൾ എത്ര പേപ്പറാണ് വലിച്ചു കീറി ചുരുട്ടി കളയുന്നത്, അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടും ആക്കാം.
ഷെയർ ഇട്ട് പൂ വാങ്ങി ഇതുപോലെ ക്ലാസ് മുറിയൊക്കെ അലങ്കരിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് നേരം എല്ലാവരും കൂടെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിലൊരു ഇൻട്രാക്ഷനും വരും, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആവും. നമുക്കൊരു ടെക്നിക്ക് കൂടെയല്ലേ ഇങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു തീം നമ്മൾ തന്നെ കൊണ്ടുവരുന്നത്. സോ മാക്സിമം നിങ്ങളുടെ ടൈമുകൾ പ്രൊഡക്റ്റീവ് ആക്കുക. നമുക്ക് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറയും പോലെ ടൈം എന്ന് പറയുന്നത് പ്രീഷ്യസ് ആണ്. കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ, ഈ ഓണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്കിങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ ഇതുപോലത്തെ ഓരോ വർക്ക് ചെയ്ത് നിങ്ങൾ ഇടുമ്പോഴത്തേക്കും ഇറ്റ്സ് എ മൊമെൻ്റ് ഓഫ് മെമ്മറി. അത് നമുക്കൊരു മെമ്മറിയാണ്. നമ്മളെ പ്രായം കൂടുന്തോറും നമുക്ക് ഏറ്റവും വാല്യൂ കിട്ടുന്നത് മെമ്മറീസിനാണ്. അപ്പം അങ്ങനത്തെ മെമ്മറിയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റും ഉണ്ടാക്കാം. അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ ക്രാഫ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. പിന്നെ എൻ്റെ വീഡിയോയും എൻ്റെ സംസാരവും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ എൻഡ് ഓഫ് ദ ക്രാഫ്റ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് ടൈയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും നമുക്ക് കുറച്ച് പൂക്കളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഒരു ഹാങ്ങിങ്സ് ആക്കി എടുക്കാം. ഞാൻ കുറച്ച് ലെങ്ത്തിൽ ഞാൻ ഹാങ്ങിങ്സ് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ 2 പൂക്കൾ ഒരുമിച്ച് വെച്ചിട്ടും നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലത്തെ വേറെയും ഐഡിയാസ് നമുക്ക് ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ ഇടാം. അപ്പം ഇതൊക്കെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകൾ. ഇനി ആരും പേപ്പർ വേസ്റ്റ് ആക്കത്തില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ട്വിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടാം. പിന്നെ അപ് ടു പീസസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 2 വലിയ പേപ്പർ ഉണ്ടല്ലോ, A4 പേപ്പർ. ആ പേപ്പറിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഇത്രയും ഫ്ലവേഴ്സ്, ഒരു 25 ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. സോ പിന്നൊരു കാര്യം, പിള്ളേരൊക്കെ ഇപ്പം ചുരുട്ടിക്കളയണ പേപ്പറുകൾ വെച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഒരു മാതൃക കാണിച്ചു കൊടുത്താൽ അവർക്കും ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങണമെന്ന് പറഞ്ഞ് വിഷമിക്കുകയും വേണ്ട. ഇപ്പം ഞാനിത് കാണിച്ചു തരുമ്പോൾ ഞാൻ എല്ലാ ക്രാഫ്റ്റുകളിലും പറയുന്ന പോലെ തന്നെ ഞാൻ കാണിച്ചു തരുന്ന വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾ ചെയ്യുന്ന ക്രാഫ്റ്റിൽ കൊണ്ടുവരിക. ഒന്നും നമ്മൾ കണ്ടിട്ട് അതേപോലെ കോപ്പി അടിച്ച് വെക്കരുത്. ബിക്കോസ് നമുക്കിപ്പം ഒരു കാര്യം ചെയ്ത് പഠിക്കാം, അതിൽ നമ്മുടേതായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മുടേതായിട്ടുള്ളൊരു തോട്ട് അതിൽ ഇൻവോൾവ് ആവും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരു സാധനം കിട്ടുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ തോന്നും, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന്. അപ്പോൾ അങ്ങനത്തെ ചിന്താശേഷി കൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഏതാണ്ട് അപ് ടു തീരാറായിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ശരിക്കും ഇത് വേണമെങ്കിൽ 1 മിനിറ്റിൽ എനിക്ക് തീർക്കായിരുന്നു, പക്ഷെ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ സ്കിപ്പ് ചെയ്തോ സ്പീഡാക്കിയിട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിങ്ങനെ കൊളുത്തിയിടണമെങ്കിൽ കൊളുത്തിയിടാം. നമുക്ക് വേറെ ഒരു കാര്യങ്ങളുടെയും സഹായം വേണ്ട. ഇതിനെ തന്നെ നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് കെട്ടാൻ കണക്കിനൊരു ഇങ്ങനൊരു കൊളുത്ത് പോലെ ചെയ്യാനാണെങ്കിൽ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളാണ് ഈ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഗുരുജി ഞാൻ ഓപ്ഷൻ തരുന്നു, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് 3 ചെയ്യണേ. 3 ഓപ്ഷനും ഇവിടെ ചെയ്യാവുന്നതാണ്. അപ്പം ഇനി അടുത്ത് ഏത് കളറിൽ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് കമൻറ്റ് ബിലോ.